പി അൻവർ ഇപ്പോ കേരളത്തില് ഒരു വിശുദ്ധ വിചാരണക്കാരന്റെ റോളിലാണ്. അദ്ദേഹം എസ് പിയുടെ ഒരൊറ്റ MLA ഇതുപോലെ നടത്തിയിട്ടില്ലാത്തപ്പോ എസ് പിയുടെ വീടില് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഹൗസിൽ അതിന്റെ മുമ്പിൽ പോയി കസേരയിട്ട് 2 മണിക്കൂർ സത്യാഗ്രഹം. സാധാരണ ഇങ്ങനെ കസേരയിട്ട് ആരും സത്യാഗ്രഹം ഇരിക്കാറില്ല. അങ്ങനെ കസേര സത്യാഗ്രഹം എന്നുള്ള പുതിയൊരു സമര രീതി കേരളത്തിൽ ആവിഷ്കരിച്ചിരിക്കുക. ആ എസ് പിയെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പി അൻവർ. ഇപ്പോഴത്തെ ആരോപണം അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഹൗസിൽ നിന്നും 2 കോടി രൂപ അതിലധികം തടി വെട്ടി വിറ്റു എന്നൊക്കെയാണ്. ഈ ക്യാമ്പ് ഹൗസിൽ ഒക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അങ്ങനെയൊന്നും ക്ഷിപ്രസാധ്യമായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി അറിയാതെ, ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. എന്തെല്ലാം നൂലാമാലകളിലൂടെ കടന്നു പോകണം. ഈ കൊച്ചു കേരളത്തിൽ അതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല, നമ്മുടെ വിഷയമല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ മുഖത്ത് കാറി തുപ്പുകയല്ലേ ഈ മനുഷ്യൻ. അദ്ദേഹം അറിയുന്നുണ്ട് എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നതെന്ന്. 2 മണിക്കൂർ അവിടെ സത്യാഗ്രഹം ഇരുന്നൊരു വിജിഗുഷുവിനെ പോലെ, ഒരു വിജയിയെ പോലെ പോയ അദ്ദേഹം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. MR അജിത് കുമാറാണ് തൃശ്ശൂരില് സുരേഷ് ഗോപി MP യെ വിജയിപ്പിച്ചത് എന്നൊക്കെ പറയുന്നു. ചില SP-മാരുടെ അല്ലെങ്കിൽ ADGP-മാരുടെ അല്ലെങ്കിൽ IG-മാരുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ചിലപ്പോ പ്രതിപക്ഷത്തെ സഹായിച്ചെന്നിരിക്കാം. അത് അവരുടെ കുറ്റമല്ല. അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാ നിർദ്ദേശം നൽകുന്നത്? DGP തന്നെയാണ്. DGP ആരാ നിയന്ത്രിക്കുന്നത്? DGPക്ക് ആരാ നിർദ്ദേശം ആഭ്യന്തരമന്ത്രി. അപ്പൊ ഇത് വീണ്ടും കാർക്കിച്ചു തുപ്പുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് തന്നെ ഈ MLA ആക്കിയ മുഖ്യമന്ത്രിയുടെ മുഖത്ത് തന്നെ. ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു മയക്കുമരുന്ന് കേസിൽ നടന്ന ഒരു ലോക്കപ്പ് കൊലപാതകത്തിന്റെ കഥയാണ്. ലോക്കപ്പ് കൊലപാതകങ്ങളാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ പുത്തരിയൊന്നും അല്ല. ഉദയകുമാറിന്റെ തൊട്ട് എത്രയോ, അതിനു മുമ്പ് രാജന്റെ വരെ എത്രയോ ഉരുട്ടിക്കൊലകൾ നിഷ്ഠുരമായിട്ട് പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെന്നുള്ളത് ഇപ്പൊ അൻവർ പറഞ്ഞിട്ട് ആരും അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിൽ ഇയാളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ആരെങ്കിലും ഫോണിൽ പറഞ്ഞതാകാം, അല്ലെങ്കിൽ തനിക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തതാവാം. അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ പോലീസുകാരുടെ ഒരു സ്വഭാവമുണ്ട്. രാഷ്ട്രീയക്കാർ വിചാരിച്ച അവർക്ക് സ്ഥാനചാനൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവരെ മണിയടിക്കുകയും അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, വിറക് വെട്ടിക്കൊടുക്കുകയും പെട്ടി ചുമക്കുകയും അതുപോലെ തന്നെ ജോലിക്കാരിയെ നിയമിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, തൊഴിലിന്റെ അന്തസ്സ് കളഞ്ഞു കുളിക്കുന്നവർ. അങ്ങനെ അല്ലാത്ത SP-മാർക്കെതിരെയും അങ്ങനെ അല്ലാത്ത അജിത് കുമാർമാർക്കെതിരെയുമാണ് ഇദ്ദേഹത്തിന്റെ രോഷം ആളിക്കത്തുന്നത്. അവർക്ക് അദ്ദേഹത്തിന് വിധേയനായാൻ അവർക്ക് തയ്യാറില്ല, ഇപ്പൊ മനസ്സില്ല എന്ന് അവർ പറഞ്ഞു. അതിനാണ് അവരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അൻവറിന് എന്ത് വിശ്വാസ്യതയുള്ളത് ഇതൊക്കെ പറയാൻ? അയാൾ CR ലിയോണിലല്ലേ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത്? നിയമസഭയുടെ വിപ്പ് കൊടുത്ത സമയത്ത് ഈ മനുഷ്യൻ CPM LDF നേതൃത്വം വിപ്പ് കൊടുത്ത സമയത്ത് ഈ മനുഷ്യൻ CR ലിയോണിൽ ചെമ്പുകനികളിൽ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. മിക്ക ദിവസങ്ങളിലും വിദേശത്ത് തന്നെയല്ലേ. വിദേശ താല്പര്യങ്ങളും വിദേശ നിക്ഷേപ താല്പര്യങ്ങളും അല്ലേ അദ്ദേഹത്തിനുള്ളത്. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ താല്പര്യങ്ങളായ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ചെറുകിട കർഷകരുടെ, നാമമാത്ര കർഷകരുടെ ഉദ്ധാരണം എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവിടെ റിസോർട്ടുകൾ നടത്തുക, അവിടെ തീം പാർക്കുകൾ നടത്തുക, ഇതൊക്കെയല്ലേ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് സംഭാവനകൾ. മാർക്സിസം എന്താണെന്ന് ഈ മനുഷ്യൻ പഠിച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, അദ്ദേഹം സ്വതന്ത്രനായിട്ടുള്ള MLA. പക്ഷേ കുറച്ച് ഈ കേരളത്തിലെ ജനങ്ങളുടെ ബൗദ്ധിക നിലവാരത്തെക്കുറിച്ചെങ്കിലും കുറച്ച് ഒരു ധാരണ വേണ്ടേ? അതെങ്കിലും വേണ്ടേ? മാർക്സിസത്തെ കുറിച്ച് ധാരണ വേണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കുകയാണോ? ഇയാൾ എന്ത് തിരനാടി? ഇനിയിപ്പോ എനിക്ക് സംശയമുണ്ട്, പിണറായി വിജയനും ഇദ്ദേഹവും കൂടി ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണോ ഇത്? മുകേഷ് പോലുള്ള ബേണിംഗ് ഇഷ്യൂസിൽ നിന്ന്, കത്തിക്കാളുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമർത്ഥമായ കരുനീക്കങ്ങളാണോ? ഒരുപക്ഷെ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇത്തരം ഒരു നീക്കത്തിന്റെ ഫലമാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുക. എന്തായാലും വിഷയം ഇപ്പൊ മാറി. മുകേഷിൽ നിന്ന് PV അൻവറിലേക്കും അതുപോലെ തന്നെ EP ജയരാജനിലൊക്കെ വല്ലാതെ മാറുന്നുണ്ട്, നീങ്ങുന്നുണ്ട്. ഫോക്കസ് എല്ലാം നശിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ വന്നു പറഞ്ഞ ഒരു കാര്യം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണെന്ന് തോന്നും. ഇദ്ദേഹത്തിന് മുമ്പ് ആരും സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല, സിനിമ ഉണ്ടാക്കിയിട്ടുമില്ലെന്ന്. പ്രേം നസീർ ഉണ്ടായിരുന്നു, സത്യൻ ഉണ്ടായിരുന്നു, ശാരദ, ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ശാരദ വരെ ഉണ്ടെന്നേ. ഇദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മലയാള സിനിമ എന്ന് പറയുന്നത്. മലയാളികൾ കഷ്ടപ്പെട്ട് കൊടുത്തതാണ് ഇദ്ദേഹത്തിന്റെ ഈ താരപദവി. ആ താരപദവിയുടെ ആ പദം, ആ ഓണർ, ബഹുമതി അദ്ദേഹം കളഞ്ഞു കുളിക്കരുത്.
കേരളം സന്ദിഗ്ധമായിട്ടൊരു സന്ദർഭത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ ചങ്കുപൊട്ടി കരയുമ്പോൾ, അവരുടെ ഹൃദയം നുറുങ്ങുമ്പോൾ ആശ്വാസമായിട്ട് ഒരു വാക്ക് പറയാം, ഇൻഡസ്ട്രിയെ രക്ഷിക്കണമെന്ന്. പെൺകുട്ടികളെ രക്ഷിക്കണമെന്ന് പറയാൻ എന്താ അദ്ദേഹത്തിന് ചങ്കൂറ്റം കാണിക്കാറുണ്ടല്ലോ സിനിമകളിലൊക്കെ. എന്താ ആ ചങ്കൂറ്റം കാണിക്കാറ്? അദ്ദേഹം പൂർണ്ണമായിട്ടും അപ്പൊ വേട്ടക്കാരുടെ പക്ഷത്തേക്ക് മാറിയെന്ന് വേണോ വിചാരിക്കാൻ? എന്താണിത്? സിനിമയെ രക്ഷിക്കണം പോലും പെൺപിള്ളി. അപ്പൊ എന്ത് തോന്നിയാസങ്ങളും സിനിമാ നടന്മാർ കാണിച്ചാലും നമ്മളൊന്നും മിണ്ടാൻ പാടില്ല, ചോദ്യം ചോദിക്കാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെയല്ലേ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു നാണക്കെട്ട് അവർ ചെന്ന് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞു. അവർ നേരിട്ട് ഇനിയും പരാതി പോയി കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും നാണക്കെടുത്തി അവരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. ആ കൂട്ടത്തിൽ ഒരു ആശ്വാസത്തിന്റെ വാക്ക് അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷിക്കൽ ഉണ്ടാവേണ്ടത് ശരിക്കും അപേക്ഷിക്കല. അതുപോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ മൊത്തത്തിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇതെല്ലാം വെറും അഭിനയം മാത്രം. ഇവരെല്ലാം ഈ മഹാനടന്മാരും മെഗാ സ്റ്റാറുകളും എല്ലാം നടത്തുന്ന അഭിനയം. അത്തരം ഒരു അഭിനയം, തിരക്കഥയും നാടകവും മാത്രമാണ് ഇപ്പൊ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനെ അങ്ങോട്ട് ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായിട്ട് കേരളത്തിൽ ഈ സത്യാനന്തര കാലം മാറിയിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ.